എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1201 മീനക്കൂറ്, പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി. ഈ വർഷം എങ്ങനെ? ഒരു ചെറു വിവരണം. ഗുണദോഷങ്ങൾ ഇടകലർന്ന് വരുന്ന സമയമാണ് ഇവർക്ക്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. കാലതാമസം നേരിട്ടാലും കിട്ടും. ആരോഗ്യപരമായി ഗുണം കുറയുന്ന സമയമാണ്. ശത്രുക്കളെ ജയിച്ച് ദുഃഖങ്ങൾക്ക് നിവൃത്തി വരുത്തുന്നവരാണ് ഇവർ. ഓഹരി ഇടപാടുകൾ ചെയ്യുന്ന സംരംഭകർക്ക് സാമാന്യ വിജയം പ്രതീക്ഷിക്കാം. ഈ രോഗാദികളിലൊക്കെ മനോവിഷമം ഉണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരവും കാണുന്നതാണ് പറയണത്. ഈ സ്ത്രീകളുമായി അതിരുകടന്ന പരിചയബന്ധങ്ങൾ സൽപ്പേര് കളങ്കം വരുത്താൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പുലർത്തുക. മാക്സിമം എല്ലാവരും കുടുംബപര ദേവതാ സ്ഥാനങ്ങളിൽ ദർശനം നടത്തി അനുഗ്രഹം കിട്ടാൻ അവസരമുണ്ടാക്കണം എന്നാണ് പറയണത്. സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാവുമെന്നാണ് പറയണത്. ഈ സേനയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പരീക്ഷാ വിജയം ഉണ്ടാവൂത്രേ. ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉയർച്ച കൈവരിക്കാൻ പറ്റുമെന്നാണ് പറയണത്. അതേപോലെ ഔഷധ വ്യാപാരം ചെയ്യുന്നവർക്ക് ഗുണം കുറയുകയും ചെയ്യും. സ്ഥാനമാനം ബഹുമാനാദികൾ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ലഭിക്കും എല്ലാവർക്കും. കാര്യസാധ്യത്തിനായി ചെയ്യുന്ന ഈ ദൂരയാത്രകളെ കൊണ്ടൊക്കെ ചിലപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാതിരിക്കുന്ന അവസ്ഥ വന്നു ചേരുന്നതാണ് പറയണത്. ഈ അനാവശ്യ ചെലവുകൾ വർദ്ധിച്ചിട്ടേ മാനസിക അസ്വസ്ഥത നേരിടുന്നതാണ് പറയണത്. അപ്പോൾ അതൊന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവാക്കാണ്ടിരുന്നാൽ മതിയല്ലോ. ഈ കലാപരമായിട്ട് സംഗീതം, സാഹിത്യരചന എന്നീ മേഖലകളിലൊക്കെ ഗുണം ചെയ്യുന്നതാണ് പറയണത്. മറ്റുള്ളവർക്ക് ഉപദേശം നടത്തുന്ന പണ്ഡിതനായി മാറാൻ അവസരം ഉണ്ടാവൂത്രേ. ആവശ്യമില്ലാത്ത ദുർചിന്തകൾ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പുതുസംരംഭങ്ങൾ തുടങ്ങുന്നതായി മറ്റുള്ളവരുടെ സഹായം തേടി അലയാതെ നോക്കുക. ഉഷ്ണരോഗം, നേത്രരോഗം, തലവേദന തുടങ്ങിയവയ്ക്ക് ചികിത്സ വേണ്ടി വരും. അത് നാളേക്കോ മറ്റന്നാളേക്കോ ആക്കരുത്. ഓഫീസ് പ്രവർത്തനം തുടങ്ങിയ കാര്യാദികൾ ഉയർച്ച കൈവരിക്കാൻ പറ്റും. ഉദ്ദേശ കാര്യങ്ങൾക്ക് വിഘ്നം വരുമെങ്കിലും അത് പൂർത്തിയാക്കും. വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കാലതാമസം നേരിട്ടാലും അത് പൂർത്തിയാക്കും. ഉപരിപഠനത്തിന് നേരിട്ട താമസം നീക്കാൻ കൂടുതൽ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. പുതിയ ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. വിലപിടിപ്പുള്ള മൂല്യവസ്തുക്കൾ ലഭിക്കും. പരിഹാരമായി ശനി, രവി, രാഹു എന്നീ ഗ്രഹങ്ങളെ